സൂര്യചന്ദ്ര താരങ്ങളില്ലാത്ത, ഭൂമിയില്ല, യൂണിവേഴ്സ് തന്നെ ഇല്ലാത്ത ഒരു നേരം. നിത്യതയിൽ നിന്ന് വേണം മറിയത്തെക്കുറിച്ചുള്ള ധ്യാനം ആരംഭിക്കാൻ. അപ്പോൾ ദൈവത്തിൻ്റെ മനസ്സിൽ മുമ്പേ ഉള്ള മറിയത്തെക്കുറിച്ച് ദൈവയുടെ സൂചന തരുന്നു. മിശിഹായെക്കുറിച്ച് മാത്രമല്ല, മിശിഹായോട് ചേർന്ന ഒരു സ്ത്രീ. ആ സ്ത്രീ ആരാണ്? മറിയം. ചരിത്രത്തെ റിപ്പയർ ചെയ്യുന്നു എന്നതിനേക്കാൾ ഉപരി റീക്രിയേറ്റ് ചെയ്യുകയാണ്. സൃഷ്ടിയെ വീണ്ടും പുനഃസൃഷ്ടിയിലേക്ക് നയിക്കുകയാണ് മറിയത്തിലൂടെ ദൈവം തമ്പുരാൻ. സൂര്യനിൽ നിന്ന് പ്രകാശം സ്വീകരിച്ച് ഇരുട്ടിലായിരിക്കുന്നവർക്ക് നിലാവെളിച്ചം പകർന്നു കൊടുക്കുന്നവളാണ് മറിയം. അതുപോലെയാകണം നമ്മൾ എപ്പോഴും മിശിഹായോട് ചേർന്നിരിക്കുന്നതിൽ ആനന്ദം കണ്ടെത്താൻ, മിശിഹായോട് ചേർന്ന് മാത്രം ജീവിതത്തിൻ്റെ അർത്ഥം കണ്ടെത്താൻ നമുക്കും കഴിയട്ടെ. കുടുംബജീവിതം നയിക്കുന്ന ഭാര്യ, ഭർത്താവ് ഈ റെസ്പോൺസിബിലിറ്റീസിൻ്റെ, ഉത്തരവാദിത്വത്തിൻ്റെ അധിക ഭാരം കൊണ്ട് വലഞ്ഞു പോകുന്നവർ, എന്നെ കേൾക്കുന്ന ഒരു അച്ഛൻ, ഒരു കന്യാസ്ത്രീ, നമ്മുടെ ശുശ്രൂഷയുടെ അധിക ഭാരം കൊണ്ട് ക്ഷീണിതരായും മടുത്തും പോകുന്നവർ, നിങ്ങൾ ഓർക്കേണ്ടത് മറിയത്തെ ഒരുക്കിയ ദൈവം ദൈവത്തിൻ്റെ പരിപാലനയിൽ നിന്നെയും ഒരുക്കുന്നുണ്ട്. ദൈവം നിന്നെ കാണുന്നുണ്ട്, ദൈവത്തിൻ്റെ മനസ്സിൽ നീയുണ്ട് എന്ന് തിരിച്ചറിയണം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വാക്കിംഗ് വിത്ത് മേരി ഫ്രം ഇറ്റേണിറ്റി ടു ഹെവൻ. മറിയത്തോടൊപ്പം നമ്മൾ നടത്തുന്ന യാത്രയുടെ ആദ്യത്തെ പടി. വി ആർ എൻറ്ററിങ് ഇൻ ടു ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഫോർ ജേർണി വിത്ത് മദർ മേരി. വാക്കിംഗ് വിത്ത് മേരി. എല്ലാ യാത്രകൾക്കും ഐദർ ഒരു മാപ്പ് ഉണ്ടാകും. ചില യാത്രകൾ ഒരു സ്വപ്നത്തിൽ നിന്ന് ആരംഭിക്കുന്നതായിരിക്കും. ചില യാത്രകൾ ഒരു ചുവടെടുത്തു വെച്ച് തുടങ്ങും. അങ്ങനെയാണെങ്കിൽ ഈ യാത്ര ആരംഭിക്കേണ്ടത് നസ്രത്തിൽ നിന്നാണ്. പക്ഷെ മറിയത്തോടൊപ്പം നമ്മൾ നടത്തുന്ന ഈ യാത്ര ഇന്ന് അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തു വയ്ക്കുമ്പോൾ ആരംഭിക്കുന്നത് നസ്രത്തിൽ നിന്നല്ല, ബേത്ലഹേമിൽ നിന്നല്ല, എന്തിന് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യ താളുകളിൽ നിന്ന് പോലുമല്ല. പിന്നെയോ നമ്മുടെ ഈ യാത്ര ആരംഭിക്കുന്നത് സമയത്തിന് മുമ്പേയുള്ള ഒരു നേരത്ത് നിന്ന്. അതിനെ നേരമെന്ന് പോലും വിശേഷിപ്പിക്കാൻ പറ്റില്ല. വി ബിഗിൻ ദിസ് ജേർണി ഫ്രം എ മൊമെന്റ് വേർ ദർ വാസ് നോ ടൈം. സമയം പോലും ഇല്ലാത്തൊരു നേരത്ത് നിന്ന്, ബിഫോർ ടൈം ഇറ്റ് സെൽഫ്. അതാണ് ഇറ്റേണിറ്റി. അവിടെ നിന്ന് നമ്മൾ ഈ യാത്ര ആരംഭിക്കുകയാണ്. പറ്റുമെങ്കിൽ ഒന്ന് കണ്ണടച്ചിട്ട് ഞാൻ ഈ പറയുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കണം. ചിന്തയിലെങ്കിലും അങ്ങനെയൊന്ന് കിട്ടുന്നുണ്ടോ എന്ന്. സൂര്യചന്ദ്ര താരങ്ങളില്ലാത്ത, സൂര്യൻ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ലാത്ത, ചന്ദ്രൻ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ലാത്ത, നക്ഷത്രങ്ങൾ രൂപപ്പെട്ടിട്ടില്ലാത്ത ഒരു നേരം. സമുദ്രങ്ങളില്ല, മൗണ്ടൻസ്, പർവ്വതനിരകൾ ഇല്ല, പക്ഷികളില്ല, പൂക്കളില്ല, ജീവജാലങ്ങളില്ല, മാലാഖമാരില്ല, മനുഷ്യരില്ല, ഭൂമിയില്ല, യൂണിവേഴ്സ് തന്നെ ഇല്ലാത്ത ഒരു നേരം. സൃഷ്ടിക്ക് മുമ്പുള്ള ഒരു മൊമെന്റ്, സൃഷ്ടിക്ക് മുമ്പുള്ളൊരു മൊമെന്റ്. ദൈവം മാത്രം, ഒളി ഗോഡ്. ആ ചിന്ത പോലും ഒരു പ്രോപ്പർ മെഡിറ്റേഷൻ ആണെന്ന് നമുക്കറിയാം. അങ്ങനെ ഒരു നേരത്തെ ധ്യാനിക്കുമ്പോൾ തന്നെ നമ്മളിങ്ങനെ വിത്ത് ഓവ് ആൻഡ് വണ്ടർ നമ്മളിങ്ങനെ ഇരുന്ന് പോകും. ആ നേരം ദൈവം മാത്രമുള്ളൊരു നേരം. പിതാവായ ദൈവം പരിശുദ്ധാത്മാവിൽ പുത്രനുമായി സ്നേഹത്തിലായിരിക്കുന്ന ഒരു നേരം. ഇൻഫിനിറ്റ് ലവ്, നിത്യമായ അനന്തമായ സ്നേഹത്തിൻ്റെ അനുഭവം, അനന്തമായ ആനന്ദത്തിൻ്റെ അനുഭവം, ഇൻഫിനിറ്റ് പെർഫെക്ഷൻ, നിത്യമായ പൂർണ്ണതയുടെ നേരം. ആൻഡ് ഗോഡ് ലാക്ഡ് നത്തിങ്. ദൈവത്തിനൊന്നിൻ്റെയും കുറവുണ്ടായിരുന്നില്ല. അപ്പോൾ സ്വാഭാവികമായൊരു ചോദ്യം വരും, പിന്നെയും എന്തുകൊണ്ട് ക്രിയേഷൻ? പിന്നെ എന്തുകൊണ്ട് സൃഷ്ടികർമ്മം? ശ്രദ്ധിച്ചു മനസ്സിലാക്കണം. ദൈവം സൃഷ്ടി നടത്തിയത്, ക്രിയേഷൻ നടത്തിയത്
നോട്ട് ബിക്കോസ് ഹി വാസ് ലോൺലി. ദൈവം ഒറ്റയ്ക്കായിരുന്നത് കൊണ്ടല്ല, ദൈവത്തിന് നമ്മുടെ ആരാധന വർഷിപ്പ് വേണ്ടത് കൊണ്ടല്ല, സ്വർഗം ശൂന്യമായതുകൊണ്ടല്ല, മറിച്ച് ലവ് വിൽ നോട്ട് റിമെയിൻ കണ്ടന്റ് എക്സ്ക്ലൂസീവ്ലി എൻക്ലോസ്ഡ്. സ്നേഹം അതിൽ തന്നെ ഇങ്ങനെ പൊതിഞ്ഞ് ഇരിക്കില്ല. സ്നേഹം സ്വാഭാവികമായും തന്നെ കൊടുക്കും. സ്നേഹം സ്വാഭാവികമായും തന്നെ പുറത്തേക്ക് ഒഴുക്കും. ദൈവത്തിൻ്റെ സ്നേഹം പുറത്തേക്ക് ഒഴുകിയതാണ് സൃഷ്ടികർമ്മം. ടു ഗിവ് ഇറ്റ് സെൽഫ് അവേ. ക്രിയേഷൻ ഈസ് ഓൾ അബൌട്ട് ടു ഗിവ്, ഗോഡ് ഗിവിങ് ഹിംസെൽഫ് അവേ. പുറത്തേക്ക് ദൈവം തന്നെ സമ്മാനിച്ചതാണ് സൃഷ്ടികർമ്മം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ അനന്ത സ്നേഹം പുറത്തേക്ക് ഒഴുകിത്തുടങ്ങുകയാണ്. പക്ഷേ ഈ സൃഷ്ടിയിൽ, ദൈവം സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തിൽ, മനുഷ്യരിൽ നടക്കുന്ന ഒരു കാര്യം ദൈവത്തെ അത്ഭുതപ്പെടുത്തുന്നില്ല. കാരണം ഓൾ നോവിങ് ഗോഡ്, എല്ലാം അറിയുന്ന, ഈ ഭാഗമൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കേട്ടേക്കണേ, എല്ലാം അറിയുന്ന ദൈവത്തിന് ഇവിടെ നടക്കുന്നൊരു കാര്യം അത്ഭുതവും കൗതുകവുമാണെന്ന് വിചാരിക്കുന്നുണ്ടോ? ഇല്ല. ദൈവത്തിന് അറിയാം. ദൈവത്തിന് ഇതെല്ലാം അറിയാം. ഇനി ദൈവത്തിന് അറിയാം എന്ന് വിചാരിച്ച് ദൈവമാണ് ഇതെല്ലാം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് എന്നർത്ഥമുണ്ടോ? ഇല്ല. ചെയ്യുന്നത് നമ്മൾ തന്നെയാണ്. നമ്മുടെ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്നതാണ്. പക്ഷെ നമ്മൾ ചെയ്യുന്ന കാര്യം ദൈവത്തിന് മുൻപേ അറിയാം. ദൈവത്തിൻ്റെ അനന്ത പരിപാലനയിൽ, ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഇതെല്ലാം വരുന്നുണ്ട്. നമ്മുടെ ചെയ്തികൾ കർത്താവ് അറിയുന്നുണ്ട്. അതുകൊണ്ടാണ് എഫേസോസ് ലേഖനം, നിങ്ങൾ ഈ ഭാഗം ബൈബിളുണ്ടെങ്കിൽ ഇല്ലാത്തവർ ആകുലപ്പെടേണ്ട. ആരോ എന്നോട് പറഞ്ഞു, അച്ഛൻ ടോക്ക് പറയുമ്പോൾ ഞങ്ങൾക്ക് ടെൻഷനാണ്, ബൈബിൾ എടുക്കാൻ പറയുമോ, ഇനി എടുക്കാതിരുന്ന അനുസരണക്കേടാവുമോ? പറ്റുമെങ്കിൽ എടുക്കുക. എഫേസോസ് ലേഖനത്തിൻ്റെ 1-ാം അധ്യായം 4-ാം വാക്യം, തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കുവാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് ഈശോ മിശിഹായിൽ നമ്മെ തിരഞ്ഞെടുത്തു. ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ ഈശോ മിശിഹായിൽ ദൈവം തമ്പുരാൻ പിതാവ് നമ്മെ തിരഞ്ഞെടുത്തു. അപ്പോൾ ലോകസ്ഥാപനത്തിന് മുമ്പേ കർത്താവിൻ്റെ മനസ്സിൽ നമ്മളുണ്ട് എന്ന്, കർത്താവിൻ്റെ മനസ്സിൽ നമ്മളുണ്ട്. അങ്ങനെ വരുമ്പോൾ കർത്താവിൻ്റെ വലിയ പ്ലാൻ ഉണ്ടല്ലോ, രക്ഷാകര പദ്ധതി. ആ രക്ഷാകര പദ്ധതിയുടെ പ്രധാനപ്പെട്ട ഭാഗമായ ഇൻകാർണേഷൻ, മനുഷ്യാവതാരത്തിൽ സുപ്രധാന പങ്കുവഹിക്കുന്ന മറിയം നിശ്ചയമായും ദൈവത്തിൻ്റെ പ്ലാനിൽ ഇല്ലേ? ഉണ്ട്. ദൈവത്തിൻ്റെ പ്ലാനിൽ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിത്യതയിൽ നിന്ന് വേണം മറിയത്തെക്കുറിച്ചുള്ള ധ്യാനം ആരംഭിക്കാൻ. നിത്യതയിൽ ദൈവത്തിൻ്റെ പദ്ധതിയിൽ മറിയം ഉണ്ട്. ദൈവത്തിൻ്റെ മനസ്സിൽ മറിയമുണ്ട്. ഇത് പറയുമ്പം ഓർക്കണേ, ഇതിൻ്റെ അർത്ഥം സൃഷ്ടിക്ക് മുമ്പേ മറിയം ഉണ്ടായിരുന്നു എന്നുള്ളതല്ല ഇതിൻ്റെ അർത്ഥം. സൃഷ്ടിക്ക് മുമ്പേ മറിയം ഉണ്ടായിരുന്നുള്ളതല്ല. കാരണം മറിയം സൃഷ്ടിയാണ്. മേരി ഇസ് എ ക്രീച്ചർ റിഡീംഡ് ബൈ ക്രൈസ്റ്റ്. ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട് മിശിഹായിൽ രക്ഷിക്കപ്പെട്ടവളാണ് മറിയം. പക്ഷേ ദൈവത്തിൻ്റെ ഇറ്റേണൽ പ്ലാനിൽ, നിത്യ പദ്ധതിയിൽ മറിയം ദൈവത്തിൻ്റെ മനസ്സിൽ നിത്യതയിൽ തന്നെ ഉണ്ട്. മറിയം നസ്രത്തിൽ ഫിയാത്ത്, ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയുന്നതിന് മുമ്പേ രക്ഷാകര പദ്ധതിയിൽ ദൈവത്തിൻ്റെ മനസ്സിൽ മറിയം ഉണ്ടെന്ന്. അപ്പം നമ്മൾ അത്ഭുതപ്പെടും, അങ്ങനെയൊക്കെ മറിയം ഉണ്ടായിരുന്നിട്ട് പിന്നെ എന്താ പഴയ നിയമത്തിലൊന്നും മറിയത്തെ അധികം കാണാനില്ലാത്ത? പഴയ നിയമത്തിലധികം മറിയം ഇല്ലല്ലോ. നിങ്ങൾ ഓർക്കേണ്ടത്, ബൈബിളിനെ സമീപിക്കേണ്ടത്, കാണേണ്ടത് ഒരു കത്തീഡ്രൽ കാണുന്ന പോലെയാണ്. കത്തീഡ്രൽ വളരെ അടുത്ത് നിന്ന് അതിൻ്റെ കല്ലുകളിലേക്ക് നോക്കിയാൽ അതിൻ്റെ സൗന്ദര്യം നമുക്ക് മനസ്സിലാക്കണമെന്നില്ല. കുറച്ചധികം പുറകോട്ടിറങ്ങി നിന്ന് ഒരു വൈഡർ ക്യാൻവാസിൽ കാണുമ്പോഴാണ് ആ കത്തീഡ്രലിൻ്റെ ബ്യൂട്ടി നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ബൈബിളിൻ്റെ ഒരല്പം ഇറങ്ങി നിന്ന് അതിൻ്റെ വൈഡർ ക്യാൻവാസിൽ ഒന്ന് മനസ്സിലാക്കി നോക്കിക്കേ. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യം, ജനസിസ് ചാപ്റ്റർ 3 വേഴ്സ് 15. ആ വാക്യം അറിയപ്പെടുന്നത് തന്നെ പ്രോട്ടോ ഇവാഞ്ചലിയം എന്നാണ്. പ്രോട്ടോ മീൻസ് ഫസ്റ്റ്, ഇവാഞ്ചലിയം ഗോസ്പൽ.
ഫസ്റ്റ് ഗോസ്പൽ. എന്താ അത്? നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും സ്ത്രീയുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. സ്ത്രീയുടെ സന്തതി നിന്റെ തല തകർക്കും. അപ്പോൾ ദൈവത്തിൻ്റെ മനസ്സിൽ മുമ്പേ ഉള്ള മറിയത്തെക്കുറിച്ച് ദൈവയുടെ സൂചന തരുന്നു. മിശിഹായെക്കുറിച്ച് മാത്രമല്ല, മിശിഹായോട് ചേർന്ന ഒരു സ്ത്രീ, ആ സ്ത്രീ ആരാണ്? മറിയം. മറിയത്തെക്കുറിച്ചുള്ള രക്ഷകനെക്കുറിച്ച് മാത്രമല്ല, രക്ഷകൻ്റെ അമ്മയെക്കുറിച്ചുള്ള സൂചനയും അവിടെ നൽകപ്പെടുന്നു. നൂറ്റാണ്ടുകൾക്ക് ശേഷം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 14-ാം വാക്യത്തിൽ കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും എന്നത് സൂചന നൽകിയിരിക്കുന്നു. മിക്ക പ്രവാചകന്റെ പുസ്തകത്തിൽ ബേത്ലഹേമിനെ കുറിച്ച്, പഴയ നിയമത്തിലാകമാനം വരാനിരിക്കുന്ന മിശിഹായെക്കുറിച്ച് ഒക്കെയുള്ള സൂചനകൾ ലഭിക്കുന്നു. ഇനി ലൂക്കാ സുവിശേഷകൻ, നൂറ്റാണ്ടുകൾക്ക് ശേഷം ലൂക്കാ സുവിശേഷകൻ ഇത് നറേറ്റ് ചെയ്യുമ്പോൾ, ഇത് അവതരിപ്പിക്കുമ്പോൾ, നാസ്രത്തിലെ കന്യകയായ യുവതി അവള് ഈ കുഞ്ഞിനെ ഗർഭം ധരിക്കുന്നു. അവിടെ വാദ്യഘോഷങ്ങളില്ല, പ്രകമ്പനങ്ങളില്ല, രാജകീയ പ്രദക്ഷിണങ്ങളില്ല, രാജകൊട്ടാരങ്ങളില്ല. എ വെരി ഓർഡിനറി വില്ലേജ്, എ വെരി ഓർഡിനറി ഹൗസ്, ബട്ട് എക്സ്ട്രാ ഓർഡിനറി ഗ്രേസ്. ഒരു സാധാരണ ഗ്രാമം, സാധാരണ വീട്, പക്ഷെ അതിസ്വാഭാവികമായ ഒരു കൃപ പ്രവർത്തിക്കുന്നു. നമ്മൾ ആ കാഴ്ച കാണുന്നതാണ്. നമ്മൾ മാർഗം സീരീസ് കൂടിയവർക്കറിയാം, മാർഗത്തിൽ നമ്മൾ പല ആവർത്തി പറയുകയും മാർഗം കൂടിയവരും മാർഗം പുസ്തകം വായിക്കുന്നവരും ഇതിനകം കാണാപ്പാഠം പഠിക്കുകയും ചെയ്ത ഒന്നാണ് 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ച സെയിന്റ് ഇരണേവൂസ് ഹൗവായെയും മറിയത്തെയും ചേർത്തു വെച്ച് പറയുന്നത്. ഹൗവ അനുസരണക്കേടിനാലെ, സംശയത്താലെ കെട്ടിയ കെട്ടിനെ മറിയം ഇവിടെ അഴിച്ചുവിടുന്നു. അതായത് ദൈവം ചരിത്രത്തെ റിപ്പയർ ചെയ്യുന്നു എന്നതിനേക്കാൾ ഉപരി റീക്രിയേറ്റ് ചെയ്യുകയാണ്. സൃഷ്ടിയെ വീണ്ടും പുനഃസൃഷ്ടിയിലേക്ക് നയിക്കുകയാണ് മറിയത്തിലൂടെ ദൈവം തമ്പുരാൻ. അവിടെ അഹങ്കാരം, പ്രൈഡ് പ്രവേശിച്ചെങ്കിൽ ഇവിടെ എളിമ അതിനെ സുഖപ്പെടുത്തുന്നു. അവിടെ അനുസരണക്കേടിനാൽ മുറിവേറ്റെങ്കിൽ ഇവിടെ വിശ്വാസത്താലെ മുറിവ് ഉണക്കുന്നു. സഭയുടെ പഠിപ്പീരിലും CCC 488, 489 നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്. പഴയ നിയമത്തിലാകമാനം മിശിഹായിലേക്ക് ജനത്തെ ഒരുക്കുകയാണ്. ആ ഒരുക്കത്തിൻ്റെ ഭാഗമായി മറിയവും പ്രിപ്പയർ ചെയ്യപ്പെടുകയാണ്. മറിയത്തിലേക്കും ഒരു ഒരുക്കം നടക്കുന്നു, മറിയവും ഒരുക്കപ്പെടുന്നു. അത് അനാദിയിലെ ദൈവത്തിൻ്റെ പ്ലാനിൽ മറിയമുണ്ട് എന്നതിൻ്റെ സൂചനയാണ്. ഇത്രയുമാണ് നമ്മുടെ ഈ യാത്രയുടെ, വാക്കിംഗ് വിത്ത് മേരിയുടെ ഒരാവർത്തി കേട്ടു. പതിവായി കേൾക്കുന്ന ഒന്നല്ലിത്. അതുകൊണ്ട് സമയമെടുത്തൊന്നുകൂടെ കേൾക്കുക. കേട്ടാൽ പോരാ, അത് സമാധാനത്തോടെ ഇരുന്ന് ധ്യാനിക്കുക. ഇത് മറ്റുള്ളവർക്ക് പങ്കുവെച്ച് കൊടുക്കുക. നമുക്കുള്ള 2 കാര്യങ്ങൾ ചിന്തിക്കാനുള്ളത്. ഒന്ന്, മറിയത്തെ ഇങ്ങനെ ധ്യാനിച്ചു തുടങ്ങുമ്പോൾ, നിത്യതയിൽ നിന്ന് മറിയത്തെ ധ്യാനിച്ചു തുടങ്ങുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കുന്നുണ്ട്. മേരി ഈസ് ഇൻസെപ്പറബിൾ ഫ്രം ക്രൈസ്റ്റ്. ചന്ദ്രനെ പോലെയാണ് മറിയം. സൂര്യനിൽ നിന്ന് പ്രകാശം സ്വീകരിച്ച് ഇരുട്ടിലായിരിക്കുന്നവർക്ക് നിലാവെളിച്ചം പകർന്നു കൊടുക്കുന്നവളാണ് മറിയം. മേരി ഈസ് ഇൻസെപ്പറബിൾ ഫ്രം ക്രൈസ്റ്റ്. അതുപോലെയാകണം നമ്മൾ. മറിയത്തെക്കുറിച്ചുള്ള ഈ ധ്യാനം കേവലം മറിയത്തെക്കുറിച്ച് മാത്രം ധ്യാനിക്കാതെ മറിയത്തിൻ്റെ മാതൃക നമ്മളിലേക്ക് സ്വീകരിക്കപ്പെടണം. അതുകൊണ്ട് മറിയത്തെ പോലെ എപ്പോഴും മിശിഹായോട് ചേർന്നിരിക്കുന്നതിൽ ആനന്ദം കണ്ടെത്താൻ, മിശിഹായോട് ചേർന്ന് മാത്രം ജീവിതത്തിൻ്റെ അർത്ഥം കണ്ടെത്താൻ നമുക്കും കഴിയട്ടെ. രണ്ടാമത്തത്, ഗോഡ് പ്രിപ്പയർഡ് മേരീസ് മിഷൻ ഈവൻ ബിഫോർ ഷീ കുഡ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. മറിയം ആ ദൗത്യത്തെ മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ, തൻ്റെ ദൗത്യത്തെ മറിയം മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം അവൾക്ക് വേണ്ടി ആ ദൗത്യം ഒരുക്കി കഴിഞ്ഞിരുന്നു. ചില നേരത്തുണ്ടല്ലോ, ഇത് കേൾക്കുന്ന യുവാവേ, യുവതി, നീ കടന്നു പോകുന്ന സംഘർഷങ്ങൾ, കുടുംബജീവിതം നയിക്കുന്ന ഭാര്യ, ഭർത്താവ്, ഈ റെസ്പോൺസിബിലിറ്റീസിൻ്റെ ഉത്തരവാദിത്വത്തിൻ്റെ അധിക ഭാരം കൊണ്ട് വലഞ്ഞു പോകുന്നവർ, എന്നെ കേൾക്കുന്ന ഒരു അച്ഛൻ, ഒരു കന്യാസ്ത്രീ, നമ്മുടെ ശുശ്രൂഷയുടെ അധിക ഭാരം കൊണ്ട് ക്ഷീണിതരായും മടുത്തും പോകുന്നവർ, നിങ്ങൾ ഓർക്കേണ്ടത്, മറിയത്തെ ഒരുക്കിയ ദൈവം ദൈവത്തിൻ്റെ പരിപാലനയിൽ നിന്നെയും ഒരുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ മൊമെൻറ്റിൽ മടുത്തു പോകരുത്. നസ്രത്തിൽ ദൈവത്തോട് യെസ് എന്ന് പറഞ്ഞവൾ അറിഞ്ഞിരുന്നില്ല ഇനിയും എന്താണ് നടക്കാൻ പോകുന്നതെന്ന്. ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ ഈ പദ്ധതി
നന്മയായി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുക തന്നെ ചെയ്യുമെന്ന് വിശ്വസിക്കണേ. ദൈവം നിന്നെ കാണുന്നുണ്ട്, ദൈവത്തിൻ്റെ മനസ്സിൽ നീ ഉണ്ട് എന്ന് തിരിച്ചറിയണം. നമ്മൾ വായിക്കുന്നില്ലേ, നിന്നെക്കുറിച്ച് പദ്ധതിയുണ്ട്, അത് നിന്റെ നാശത്തിനല്ല, നിന്റെ ക്ഷേമത്തിനുള്ള പദ്ധതിയാണ് എന്ന് തിരിച്ചറിയണം. ഇതാണ് നമ്മുടെ യാത്രയുടെ ഒന്നാമത്തെ ദിവസം. അടുത്ത ചുവട്, നമ്മൾ മറിയത്തിൽ നിന്നൊരു വാക്ക് കേട്ടിട്ടില്ല, നമ്മൾ ബേത്ലഹേമിലേക്ക് എത്തിയിട്ടില്ല. യാത്ര മെല്ലെ തുടങ്ങുന്നേ ഉള്ളൂ. ഈ യാത്രയിൽ പരസ്പരം കൈകോർത്ത് പിടിക്കാം, പരസ്പരം പ്രാർത്ഥിക്കാം, മറിയത്തിൻ്റെ ശക്തിയേറിയ മാധ്യസ്ഥ്യം തേടാം. മറിയത്തോടൊപ്പം നിത്യതയിൽ നിന്ന് സ്വർഗത്തിലേക്ക് നമുക്കും സഹയാത്ര ചെയ്യാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവും ദൈവമായ ഈശോ മിശിഹായേ, ഈ യാത്രയിൽ പങ്കുചേരുന്ന എല്ലാവരുടെയും നിയോഗങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകളെ മറിയത്തിൻ്റെ യോഗ്യതകൾ വഴി തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എക്കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.